ശശി തരൂർ ഒറ്റയാനാണ്. മിടുമിടുക്കനും കരുത്തനും തന്ത്രശാലിയുമായ വിശ്വപൗരൻ. സാധാരണ രാഷ്ട്രീയക്കാരനല്ല. പതിവ് രാഷ്ട്രീയത്തിന്റെ കള്ളക്കളികളും കുഴികളും ഇനിയും വേണ്ടത്ര പരിചയമില്ല. എങ്കിലും തന്ത്രങ്ങളിൽ മോശക്കാരനല്ല. ഒരു മുഴം മുൻപേ ചാടുന്നതാണ് ദീപികയിൽ തരൂർ എഴുതിയ അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന ലേഖനം. ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കി. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ ഇന്ത്യക്കും ലോകത്തിനുമുള്ള പാഠങ്ങളെക്കുറിച്ച് ആഗോള പ്രേക്ഷകർക്കായുള്ള എൻ്റെ കോളം എന്ന ആമുഖത്തോടെ ഇംഗ്ലീഷിലുള്ള ലേഖനം സമൂഹ മാധ്യമങ്ങളിൽ തരൂർ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വിവാദങ്ങൾ തരൂറിന് പുത്തരിയല്ല. വാർത്തകളിൽ നിറയാൻ തരൂറിന് പ്രത്യേകമായൊരു വൈഭവമുണ്ട്. ജനാധിപത്യവാദിയായാണ് അറിയപ്പെടുന്നത്. ഗാന്ധി കുടുംബ നേതൃത്വത്തെ ചോദ്യം ചെയ്ത 23 നേതാക്കളോടൊപ്പം ചേർന്നായിരുന്നു കോൺഗ്രസിനുള്ളിലെ തരൂരിന്റെ ആദ്യത്തെ പ്രധാന നീക്കം. 2020 ഓഗസ്റ്റിൽ G23 നേതാക്കൾ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചതു മുതൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കി. കോൺഗ്രസിൽ സമൂലമാറ്റം ആവശ്യപ്പെട്ടായിരുന്നു കത്ത്. G23 സംഘത്തെ വിമത ശബ്ദമായാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്കാക്കിയത്. ഗ്രൂപ്പ് നേതാവ് ഗുലാം നബി ആസാദിന് പാർട്ടി വിടേണ്ടി വന്നു. ഗുലാം നബിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അകമഴിഞ്ഞ് പുകഴ്ത്തിയ തന്ത്രത്തിന്റെ ബാക്കിപത്രം. കപിൽ സിബൽ കൂടി കോൺഗ്രസ് വിട്ടതോടെ ഗ്രൂപ്പിന്റെ കഥ കഴിഞ്ഞു. വീരപ്പ മൊയ്ലി, ഭൂപീന്ദർ സിംഗ് ഹുഡ, മുകുൾ വാസ്നിക്, പൃഥ്വിരാജ് ചവാൻ, രേണുക ചൗധരി എന്നിവർ മുതൽ പ്രൊഫസർ PJ കുര്യൻ വരെയുള്ളവർ വിമത ലൈൻ ഉപേക്ഷിച്ച് നേതൃത്വവുമായി രമ്യതപ്പെട്ടു. തരൂരും മനീഷ് തിവാരിയും അസംതൃപ്തരായി തുടർന്നു. ഗുലാം നബിക്കും കപിൽ സിബലിനും പുറമെ മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ചവാൻ, അമരീന്ദർ സിംഗ്, രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാരനായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ, മിലിന്ദ് ദിയോറ, ജിതിൻ പ്രസാദ എന്നിവരും അശ്വിനി കുമാർ, RPN സിംഗ്, ബാബ സിദ്ദിഖി, സുനിൽ ജാക്കർ, ഹാർദിക് പട്ടേൽ തുടങ്ങി അനിൽ ആന്റണി, പത്മജ വേണുഗോപാലും വരെയുള്ളവർ ഇതിനിടെ കോൺഗ്രസ് വിട്ടു. 2014 ലോക്സഭയിലെ നേതൃസ്ഥാനം നിഷേധിക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി മനീഷ് തിവാരിയും തരൂരും അടക്കമുള്ളവർ പാർട്ടിയിൽ തന്നെ തുടർന്നെങ്കിലും ഹൈക്കമാൻഡുമായുള്ള അകൽച്ച പ്രകടമായി. അതിനിടെയാണ് AICC അധ്യക്ഷ പദവിയിലേക്ക് ഹൈക്കമാൻഡിന്റെ നോമിനി മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ തരൂർ മത്സരിച്ചത്. 2022 ഒക്ടോബർ 17 നടന്ന വോട്ടെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ 7897 വോട്ടുകളോടെ ഖാർഗെ വൻ വിജയം നേടി. പക്ഷേ തരൂരിന് 1072 AICC നേതാക്കളുടെ വോട്ടുകൾ കിട്ടി. 1000 വോട്ടിൽ കൂടുതൽ നേടാൻ തരൂരിനായത് ഹൈക്കമാൻഡിനെയും ഗാന്ധി കുടുംബത്തിന്റെ ആശ്രിതരെയും ഞെട്ടിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ തരൂരിനെ ഉൾപ്പെടുത്താൻ ഹൈക്കമാൻഡ് നിർബന്ധിതമായി. തുടർച്ചയായ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റതോടെ അസംതൃപ്തരുടെയും അവസരവാദികളുടെയും എണ്ണം കൂടി. കേരളത്തിലും ചരിത്രം തിരുത്തി പിണറായി വിജയന് തുടർഭരണം കിട്ടിയതിന്റെ ക്ഷീണത്തിലായി കോൺഗ്രസ്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ നിന്ന് ഒഴിവാക്കിയത് കോൺഗ്രസിന് ഭരണം നഷ്ടമാക്കി. നേതാക്കൾ തമ്മിലുള്ള വടംവലി അത്ര രഹസ്യമല്ലാതായി. കോൺഗ്രസിൽ സമ്പൂർണ്ണ ഐക്യം പുറമെ പ്രഖ്യാപിക്കുമ്പോഴും നേതൃത്വ വടംവലി പ്രകടമായി. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ശശി തരൂർ, K മുരളീധരൻ തുടങ്ങിയവർക്കെല്ലാം മുഖ്യമന്ത്രി കസേരയിലാണ് മോഹം. എല്ലാവരും ഒരേ സമുദായക്കാരായത് പ്രശ്നം രൂക്ഷമാക്കുന്നു. തരൂരിന്റെ കേരള പര്യടനവും സമുദായ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും മറക്കരുത്. മുരളീധരന് പുറമെ തരൂരിനെയും ഒതുക്കാൻ കരുനീക്കം ശക്തമായി. അതിനിടെയാണ് മുഖ്യമന്ത്രിക്കായുള്ള അവകാശവാദം തരൂർ തന്നെ പരസ്യപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ഡോക്ടർ ശശി തരൂർ ആണെന്ന സ്വകാര്യ സർവേയിലെ കണ്ടെത്തൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തതോടെ ചിലർക്ക് കലിപ്പ് കൂടി. പതിവായി അവഗണിച്ച കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ കരുതിക്കൂട്ടിയുള്ള നീക്കമാകും തരൂരിൻ്റേത്. ദേശീയ തലത്തിന്റെയും കേരളത്തിന്റെയും പാർട്ടി കാര്യങ്ങൾ പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗമായ തരൂരിനോടുകൂടി ആലോചിക്കാനോ അറിയിക്കാനോ നേതൃത്വം മെനക്കെടാറില്ല. അതിനാൽ തന്നെ നേതൃത്വത്തെ പ്രകോപിപ്പിക്കാൻ തരൂർ മടിക്കുന്നില്ല. BJPയെ തള്ളിപ്പറഞ്ഞിരുന്ന പഴയ നിലപാടിലും മയം വരുത്തി. ഇന്ദിരയെ വിമർശിച്ച തരൂർ മോദിയെ പുകഴ്ത്താനും തയ്യാറായി. എഴുത്തും വായനയും പ്രസംഗവും അടക്കം തനിക്ക് മുന്നിൽ സാധ്യതകൾ പലതും തുറന്നു കിടപ്പുണ്ടെന്ന് തരൂർ പറഞ്ഞത് ചില സൂചനകൾ നൽകാനാണ്. BJPയിലേക്ക് പോകില്ലെന്ന് പറഞ്ഞെങ്കിലും ആ വിവാദവും അദ്ദേഹത്തിനെതിരെ ചിലർ ആയുധമാക്കി. പഹൽഗാം ഭീകരാക്രമണവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറും പ്രധാനമന്ത്രി മോദിയും BJPയും അവസരമാക്കി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കാൻ തരൂരിനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും UN-ൽ അടക്കം സ്വീകാര്യതയുള്ള തരൂരിനെ എതിർക്കാൻ ജയറാം രമേശ് എടുത്തുചാടിയത് കോൺഗ്രസിന് തന്നെ ആപ്പായി മാറി. ജയറാമും തരൂരും ചേരില്ല. തരൂരിനെ ഒഴിവാക്കിയുള്ള കോൺഗ്രസ് പ്രതിനിധികളുടെ പട്ടിക കേന്ദ്രത്തിന് അയച്ചെങ്കിലും മോദിയും വിദേശകാര്യ മന്ത്രാലയം തരൂരും അതിന് പുല്ലുവില കൽപ്പിച്ചു. പല മുനകളുള്ള ആദ്യം രാജ്യം, പാർട്ടി പിന്നീട് എന്നാണ് തരൂർ പറഞ്ഞത്. കോൺഗ്രസ് നാണം കെട്ട് പിൻവാങ്ങേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന കാര്യം പറയാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ചയ്ക്ക് തരൂർ അനുമതി തേടിയെങ്കിലും നൽകിയില്ല. പറക്കാൻ അനുവാദം ചോദിക്കരുത്, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തമല്ല എന്നിങ്ങനെയുള്ള തരൂരിന്റെ ട്വീറ്റ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മറുപടിയായി. ഇരപിടിയൻ കഴുകന്മാരെ സൂക്ഷിക്കണമെന്ന ട്വീറ്റുമായാണ് രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും വിശ്വസ്തനായ മാണിക്യം ടാഗോർ MP അന്ന് തരൂരിനെതിരെ തിരിച്ചടിച്ചത്. BJPക്കാരുടെ വാക്കുകൾ അതേപടി ഏറ്റുചൊല്ലുന്ന തത്തയാകരുതെന്ന ട്വീറ്റാണ് ടാഗോർ പുതുതായി കുറിച്ചത്. പ്രവർത്തക സമിതി അംഗത്തിനെതിരെ കോൺഗ്രസ് MP രംഗത്തെത്തിയത് ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടെയാണെന്ന് വ്യക്തം. കോൺഗ്രസുകാരുടെ എല്ലാമായ ഇന്ദിരാഗാന്ധിക്കും അവരുടെ കുടുംബത്തിനുമെതിരെ ശക്തമായ വിമർശനമാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ദീപികയിലെ ലേഖനത്തിൽ തരൂർ നടത്തിയത്.
അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടത്തിയ ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ക്രൂരതയായി മാറിയെന്ന പ്രസ്താവന കോൺഗ്രസുകാർക്ക് താങ്ങാവുന്നതിലും കൂടുതലായി. ഇന്ദിരയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും നടപടികളെ പേരെടുത്ത് രൂക്ഷമായി വിമർശിച്ചു. അനിയന്ത്രിതമായ അധികാരം സ്വേച്ഛാധിപത്യമായി മാറിയ ഒരു വ്യവസ്ഥിതിയുടെ നേർഫലമായിരുന്നു അടിയന്തരാവസ്ഥയെന്നും തരൂർ കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥയിലെ വ്യാപകമായ ഭരണഘടനാ ലംഘനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭയാനകമായ ഒരു പരമ്പരയ്ക്ക് കാരണമായെന്ന് തരൂർ പറഞ്ഞു. വിയോജിപ്പുകൾ നിശബ്ദമാക്കപ്പെട്ടു. ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഭരണഘടനാ മാനദണ്ഡങ്ങളോടുള്ള നഗ്നമായ അവഹേളനം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരു മുറിവായി അവശേഷിച്ചു. അക്കാലത്തെ അതിക്രമങ്ങൾ എണ്ണമറ്റ മനുഷ്യർക്ക് ആഴത്തിലും ശാശ്വതവുമായ നാശമുണ്ടാക്കിയെന്നും കോൺഗ്രസ് MP പറഞ്ഞു. സമീപകാല ചരിത്രത്തിൽ മറ്റൊരാളും ഇത്ര കടുത്ത ആക്രമണം ഇന്ദിരയ്ക്ക് നേരെ നടത്തിയിട്ടില്ല. മോദിയുടെ 11 വർഷത്തെ ഭരണം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന കോൺഗ്രസിന്റെ നിലപാട് പറയാൻ തരൂർ തയ്യാറായതുമില്ല. എന്നാൽ നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ള അമിതാധികാരമുള്ള ഒരു എക്സിക്യൂട്ടീവിന് ജനാധിപത്യത്തെ വലിയ അപകടത്തിലാക്കാൻ കഴിയുമെന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് ഏറ്റവും പ്രസക്തമാണെന്നും തരൂർ പറഞ്ഞത് മോദി ഭരണത്തിനെതിരായ താക്കീതാണ്. അധികാരം കേന്ദ്രീകരിക്കാനും വിമർശകരെ നിശബ്ദരാക്കാനും ഭരണഘടനാപരമായ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാനുമുള്ള പ്രലോഭനങ്ങൾ പലതരത്തിൽ പ്രത്യക്ഷപ്പെടാം. ദേശീയ താൽപര്യത്തിന്റെയോ സ്ഥിരതയുടെയോ പേരിൽ ഇത് മറച്ചുവെക്കപ്പെടാം. ഈ അർത്ഥത്തിൽ അടിയന്തരാവസ്ഥ ശക്തമായ മുന്നറിയിപ്പാകണമെന്നും ജനാധിപത്യവാദികൾ ജാഗരൂകരായിരിക്കണം എന്നുമുള്ള തരൂരിന്റെ മുന്നറിയിപ്പും കാണാതെ പോകരുത്. വ്യക്തമായ മോദിക്കെതിരെയാണത്. പക്ഷെ മോദിയുടെ പേര് പറഞ്ഞതുമില്ല. ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം തരൂർ ഇനിയും എടുത്തിട്ടില്ലെന്ന് വേണം വിലയിരുത്താൻ. 4 തവണ കോൺഗ്രസ് MP-യും മുൻ കേന്ദ്രമന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ തരൂർ രാഷ്ട്രീയ സാഹചര്യം നോക്കി തന്ത്രപരമായ കളി തുടരും. വിവിധ സമുദായങ്ങൾക്കും പൊതുസമൂഹത്തിനും യുവജനങ്ങൾക്കുമിടയിൽ തരൂരിനുള്ള പൊതു സ്വീകാര്യത നിഷേധിക്കാനാകില്ല. മോദിയെ അനുകൂലിച്ച ചില നിലപാടുകളിൽ ന്യൂനപക്ഷ വോട്ടർമാരെ തരൂരിൽ നിന്ന് അകറ്റുന്നു എന്ന കാര്യം അദ്ദേഹം വിസ്മരിക്കരുത്. വളയമില്ലാതെ ചാടാമെന്നത് വ്യാമോഹമാകും. പക്ഷെ തരൂരിന്റെ പ്രകോപനങ്ങളിൽ വീണ് അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കിയാൽ നേട്ടം തരൂരിനാകും. വൈകാരിക പ്രതികരണത്തിലൂടെ കോൺഗ്രസുകാർ ഒരിക്കൽ കൂടി ഭരണം നഷ്ടമാക്കില്ല എന്ന് കരുതാം. കോൺഗ്രസ് നേതൃത്വവും തരൂരും തമ്മിലുള്ള അകലം കൂടി വരികയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കാര്യങ്ങൾ വഷളാകുമോ എന്ന് സംശയിക്കുന്നവർ വളരെയേറെയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും തൽക്കാലം തരൂരിനെതിരെ കടത്തിപ്പറയുന്നത് ഒഴിവാക്കുന്നത് ഇതേ കാരണത്താലാണ്. K മുരളീധരനും മാണിക്യം ടാഗോറും പോലുള്ളവർ അത്തരം വിട്ടുവീഴ്ച ചെയ്യില്ല. മോദിയുടെയും BJP-യുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് വീണ്ടും നിഷ്പ്രഭരാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കഴുകനെ പോലെ കോൺഗ്രസിൽ നിന്ന് ഭരണം മുതൽ നേതാക്കളെ വരെ BJP റാഞ്ചിയെടുത്ത എത്രയോ സംഭവങ്ങൾ. കാര്യം നേടാൻ ഏത് തന്ത്രം പയറ്റാനും ഏതറ്റം വരെ പോകാനും BJP-യും മോദിയും മടിക്കാറില്ല. ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടി വിവാദമായതും ഇതിനാലാണ്. ജനാധിപത്യത്തിന് വെല്ലുവിളിയും ഭീഷണിയും നേരിടുമ്പോൾ ശശി തരൂരിനെ പോലുള്ള നേതാക്കളെ കോൺഗ്രസ് കൂടെ നിർത്തട്ടെ. വ്യത്യസ്തനായ തരൂരിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേരളത്തിലും ലോകത്തുമുള്ള പൊതു സ്വീകാര്യത തരൂരിന്റെ ശക്തിയാണ്. സ്വന്തം നേതാക്കളുടെയും ചെറു പാർട്ടികളെയും പുറത്താക്കാനല്ല, വിയോജിപ്പുള്ളവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഭരണം തിരിച്ചുപിടിക്കാനാകട്ടെ ശ്രദ്ധ.